നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലൂടെയാണ് ഇന്ന് മോർണിംഗ് വൈബ്സ് ആരംഭിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇന്ത്യൻ കായിക ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തയോടെയാണ് ഇന്ന് ഈ പ്രഭാതം ആരംഭിച്ചിരിക്കുന്നത്. നിർഭാഗ്യം കൊണ്ട് മാത്രം ഇന്നലെ പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ നിന്ന് പുറത്താകേണ്ടി വന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത്. മോർണിംഗ് വൈബ്സിൽ ഭാരത് കൂടുതലിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട് ഗുസ്തി ജയിച്ചു, താൻ തോറ്റു എന്നാണ് വേദനയോടെയുള്ള വിനേഷിന്റെ പോസ്റ്റ്. നിങ്ങളുടെ സ്വപ്നവും തന്റെ ധൈര്യവും തകർന്നതായും വിനേഷ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിനിടെ വെള്ളി മെഡൽ പങ്കിടണമെന്നാവശ്യപ്പെട്ട വിനേഷ് കായിക കാര്യങ്ങൾക്കുള്ള ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ER രാഗേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. ER, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വാർത്ത, അതായത് പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടു എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ നമ്മൾ സംസാരിച്ചതാണ്. നമ്മളെയൊക്കെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് എന്നുള്ളത്. കാരണം അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഫൈനലിൽ വരെ എത്തി, സെമി ഫൈനൽസിൽ ആധികാരികമായ വിജയം നേടി, കരുത്ത് തെളിയിച്ച് ഫൈനലിൽ എത്തി. നമ്മളൊക്കെ സ്വർണം പ്രതീക്ഷിച്ചിരുന്ന താരമായിരുന്നു, ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. നിർഭാഗ്യം കൊണ്ട് മാത്രം ആ ഫൈനൽസ് കളിക്കാൻ പറ്റാതെ പുറത്താകേണ്ടി വന്ന വിനേഷിന്റെ ഭാഗത്തു നിന്ന് പക്ഷെ നമ്മൾ ആരും ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതല്ല. വൈകാരികമായ ഒരു തീരുമാനം എന്നിതിനെ ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടതുണ്ടോ? ആര്യ, ഗുഡ് മോർണിംഗ്. 23 വർഷക്കാലം ജീവിതത്തിന്റെ ഭാഗമായ ഗുസ്തിയോട് വിട പറഞ്ഞിരിക്കുകയാണ്. അതും അതിവൈകാരികമായ പോസ്റ്റോടുകൂടി, ഹൃദയം തകർന്ന വേദനയോടുകൂടി വിനേഷ് ഫോഗട്ട് ഏതായാലും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് വിനേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. അതായത് തനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി വിജയിച്ചിരിക്കുന്നു, താൻ തോറ്റു, തനിക്ക് തന്റെ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു, നിങ്ങളുടെ സ്വപ്നം തകർന്നിരിക്കുന്നു എന്നാണ് വിനേഷ് വേദനയോടെ ഇപ്പോൾ കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, വിനേഷ് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കാര്യങ്ങൾക്ക് തനിക്ക് ശക്തിയില്ല എന്നുകൂടി അതിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഗുഡ് ബൈ ഗുസ്തി 2001-2024. അതായത് വൈകാരികമായൊരു തീരുമാനമാകാനുള്ള സാധ്യത കുറവാണ് ആര്യ. കാരണം ഇത് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായിരിക്കും. കാരണം ഒരുപക്ഷെ വിനേഷിന്റെ കരിയറിൽ ഒരുപക്ഷെ അവസാന ഒളിമ്പിക്സ് ആകുമായിരുന്ന ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. കാരണം 30 വയസ്സ് തികയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് വിനേഷ് ഫോഗട്ടിന് ഉള്ളത്. അതായത് ഓഗസ്റ്റ് 25-ന് 30ാം പിറന്നാളാണ്. സ്വാഭാവികമായും കരിയറിന്റെ ഒരു പീക്ക് സമയം അവസാനിക്കുന്നു എന്ന തോന്നൽ വിനേഷ് ഫോഗട്ടിന് തന്നെ ഉണ്ട്. കാരണം ഗുസ്തിയിൽ സ്വാഭാവികമായ ഒരു പീക്ക് സമയം എന്ന് പറയുന്നത് 20 മുതൽ ഏതാണ്ട് 27 വയസ്സ് വരെ പ്രായമാണ്. പക്ഷേ വിനേഷ് ഫോഗട്ട് ഏതായാലും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പാരീസിൽ പുറത്തെടുക്കുന്നു. പക്ഷേ അത്തരം ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തിട്ട് പോലും നിർഭാഗ്യം കൊണ്ട് മാത്രം അവർക്ക് ആ ടൂർണമെന്റിൽ നിന്ന് മെഡൽ ഉറപ്പിച്ചു നിൽക്കുക, ഏറ്റവും ചുരുങ്ങിയത് ഒരു വെള്ളി മെഡലെങ്കിലും ഉറപ്പിച്ചു നിൽക്കുക അവർക്ക് 100 ഗ്രാം ഭാരം കൂടി എന്നതിന്റെ പേരിൽ അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് ആലോചിച്ചെടുത്ത തീരുമാനമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ, അത് വൈകാരികമാകാനുള്ള സാധ്യത ഇല്ല. ഏതായാലും അത്തരമൊരു പ്രഖ്യാപനം ഇപ്പോൾ വിനേഷ് ഫോഗട്ട് നടത്തിയിരിക്കുന്നു. ഗുസ്തി ജയിച്ചിരിക്കുന്നു, താൻ തോറ്റു. ആ പ്രയോഗത്തിന് തന്നെ വലിയ അർത്ഥങ്ങളുണ്ട്. ഏതായാലും അത്തരമൊരു പ്രഖ്യാപനം വിനേഷ് നടത്തുമ്പോൾ വിനേഷിന് വലിയ പിന്തുണ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷവും ഗുസ്തി താരങ്ങളുടെ ഒക്കെ തന്നെ പിന്തുണ ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബജ്രംഗ് പൂനിയ വിനേഷിന്റെ ബന്ധുവാണ്, മുൻ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ, ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവാണ്. ബജ്രംഗ് പൂനിയ അടക്കമുള്ള താരങ്ങൾ വിനേഷ് നേരത്തെ ഈ സമരരംഗത്തടക്കം വിനേഷിനൊപ്പം പിന്തുണച്ചിരുന്ന വ്യക്തിയാണ് ബജ്രംഗ് പൂനിയ. ഏതായാലും ബജ്രംഗ് പൂനിയ അടക്കമുള്ള താരങ്ങൾ വിനേഷിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥ ചാമ്പ്യനാണ് നിങ്ങൾ തോറ്റിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബജ്രംഗ് പൂനിയ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ മകൾ മാത്രമല്ല, ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ് വിനേഷ് എന്ന പ്രതികരണമാണ് ബജ്രംഗ് പൂനിയയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഏറെ സങ്കടകരമാണ് ഇത്തരത്തിൽ ഒരു താരത്തിന് പുറത്തു പോകേണ്ടി വരുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ വിനേഷ് ഫോഗട്ട് ആദ്യ മത്സരത്തിനാണ് ഇത്തരത്തിൽ ഭാരം കൂടുതലിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നാൽ അത് ആളുകൾക്ക്, ജനങ്ങൾക്ക് ഒരുപക്ഷെ വിനേഷ് ഫോഗട്ടിനും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത്. ആദ്യ ദിവസത്തെ പരിശോധനയിൽ 50 കിലോഗ്രാമിന് താഴെയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം. ഏതാണ്ട് 49.9 ആയിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം. അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടാണ്
വിനേഷ് ഫോഗട്ട് സെമി ഫൈനലിലും വിജയിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഏതായാലും ഫൈനലിന് തൊട്ട് മുമ്പായി ഉള്ള പരിശോധനയിൽ ഇന്നലെ രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരമൊരു തിരിച്ചടി വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു സ്വാഭാവികമായും വിനേഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ കണക്കാക്കാം. അതുകൊണ്ട് കൂടി തന്നെയായിരിക്കും വിനേഷ് ഫോഗട്ട് ഏതായാലും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും കൈക്കൊണ്ടിരിക്കുന്നത്. 23 വർഷം തന്റെ ജീവിതത്തിന്റെ ഭാഗമായ ഗുസ്തിയോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഏതായാലും ഈ ഘട്ടത്തിൽ വിനേഷ് ഫോഗട്ട് നടത്തിയിരിക്കുകയാണ്. ഏതായാലും ഇനി വിനേഷ് ഫോഗട്ടിന് മുന്നിൽ അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴി CASനെ, അതായത് കായിക കാര്യങ്ങൾക്കുള്ള ആർബിട്രേഷൻ കോടതിയെ വിനേഷ് ഫോഗട്ട് ഇതിനോടകം തന്നെ സമീപിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമാക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ആദ്യം ഈ ഹർജി നൽകിയിരുന്നത്, ഈ അപേക്ഷ നൽകിയിരുന്നത് സ്വർണ്ണ മെഡലിനായുള്ള മത്സരം വീണ്ടും നടത്തണമെന്നൊരു ആവശ്യം വിനേഷ് ഫോഗട്ട് മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും അത് ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ആ മത്സരം പൂർത്തിയായിരിക്കുന്നു. വിനേഷ് ഇന്നലെ എതിരിടേണ്ടിയിരുന്ന US-ന്റെ സാറായൻ ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. വിനേഷിന് പകരം വിനേഷ് സെമി ഫൈനലിൽ തോൽപ്പിച്ച ക്യൂബൻ താരം ഗുസ്മൻ ആണ് വിനേഷിനെ അയോഗ്യയാക്കിയെ തുടർന്ന് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നത്. അവർ ഏതാണ്ട് 3 പോയിന്റിന് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു US താരം. അപ്പോൾ സ്വാഭാവികമായും ഫൈനൽ നടക്കുകയും ആ മത്സരത്തിൽ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പുതുക്കിയ അപേക്ഷ വിനേഷ് നൽകുകയും ചെയ്തിരുന്നു. ആ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെള്ളി മെഡൽ പങ്കിടണമെന്നൊരു ആവശ്യമാണ് വിനേഷ് ഫോഗട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് സ്വാഭാവികമായും ഗുസ്മാൻ ഇപ്പോൾ വെള്ളി മെഡൽ ജേതാവാണ്. ഗുസ്മാന്റെ വെള്ളി മെഡൽ നൽകുമ്പോൾ തന്നെ തനിക്ക് കൂടി ആ വെള്ളി മെഡലിന് അവകാശമുണ്ട്. അങ്ങനെ വെള്ളി മെഡൽ പങ്കിടണമെന്നൊരു ആവശ്യം ഈ അപേക്ഷയിൽ വിനേഷ് ഫോഗട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CAS ഏതായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതാണ് അപ്പോൾ ഈ കായിക തർക്ക പരിഹാര കോടതിയുടെ തീരുമാനം അത് എപ്പോഴത്തേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നുണ്ടാകുമെന്ന അറിയിപ്പാണ് ഇതിനോടകം തന്നെ വന്നിട്ടുള്ളത് ആര്യ. കാരണം ഇന്നലെയാണ് ഈ അപേക്ഷ നൽകുന്നത്. ഈ അപേക്ഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം മത്സരം നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമതായി ആ മത്സരം പൂർത്തിയാകുന്ന ഒരു ഘട്ടം, അതായത് വിനേഷിനെ അയോഗ്യയായി പ്രഖ്യാപിച്ചു, മറ്റൊരു താരത്തെ പകരം ആ ഫൈനലിലേക്ക് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ പുതുക്കിയ അപേക്ഷ വിനേഷ് ഫോഗട്ട് നൽകുകയാണ്. ആ അപേക്ഷയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വെള്ളി മെഡൽ പങ്കിടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അപ്പോൾ ആർബിട്രേഷൻ കോടതിയുടെ തീരുമാനം എന്താകും എന്നുള്ളത് നിർണായകമാണ്. അതാണ് ഈ അവശേഷിക്കുന്ന ഏക വഴി. കാരണം ഇന്നലെ തന്നെ ഇന്ത്യ അപ്പീൽ നൽകിയിരുന്നു. യുണൈറ്റഡ് വേൾഡ് ഫെഡറേഷൻ, അതായത് അന്താരാഷ്ട്ര ഗുസ്തി സംഘടനയൊക്കെ സമീപിച്ചിരുന്നെങ്കിൽ പോലും അവരെല്ലാം തന്നെ അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. അതിന്റെ പ്രസിഡന്റ് തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യം, വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ട്, പക്ഷേ അത് നിയമമാണെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പീൽ ഒളിമ്പിക് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒളിമ്പിക് IOC ഒന്നും തന്നെ അപ്പീലുകൾ നിലനിൽക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. ആ അപ്പീൽ നിലനിൽക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഫൈനൽ മത്സരം രാത്രി നടത്തിയത് പോലും. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഏക പോംവഴി എന്ന് പറയുന്നത് കായിക കാര്യങ്ങൾക്കുള്ള ആർബിട്രേഷൻ കോടതിയുടെ വിധിക്കായി കാത്തിരിക്കുക എന്നാണ്. ഒരുപക്ഷെ അവിടുന്ന് അനുകൂല തീരുമാനം ഉണ്ടാക്കാം. പക്ഷേ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുക വയ്യ. തിരിച്ചും, അതായത് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഒളിമ്പിക് കമ്മിറ്റി, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം അംഗീകരിക്കാം. ഏതായാലും അവശേഷിക്കുന്ന ഒരു വഴി ഇപ്പോൾ വിനേഷ് ഫോഗട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതിലെന്താണ് തീരുമാനം എന്ന് അറിയാൻ കാത്തിരിക്കാം. ഏതായാലും അതിനിടയിൽ തന്നെയാണ് വിനേഷ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. താൻ വിരമിക്കുന്നു, ഗുസ്തിയോട് വിട പറയുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആര്യ, തീർച്ചയായും.